എല്ലാവർക്കും നമസ്കാരം. ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഓഡിയോ ടേപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മൾ എല്ലാവരും ദിവസേന ഉപയോഗിക്കുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കഴിവാണ് ആശയവിനിമയ കഴിവ് അഥവാ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. പലരും കരുതുന്നത് ഇങ്ങനെയാണ്: നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ, പിന്നെ ആശയവിനിമയം പഠിക്കേണ്ടത് എന്തിന്? പക്ഷേ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സത്യം ഉണ്ട്. സംസാരിക്കുക എന്നത് ആശയവിനിമയം അല്ല. സംസാരിക്കുന്നതിലുപരി മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ പറയുന്നതാണ് യഥാർത്ഥ ആശയവിനിമയം. കുട്ടികളിലെ ആശയവിനിമയ കഴിവ് വളരുന്നത് സ്കൂളിലൂടെയോ പഠനത്തിലൂടെയോ മാത്രം അല്ല. അത് ഏറ്റവും കൂടുതൽ രൂപപ്പെടുന്നത് വീടിനുള്ളിലാണ്. കുട്ടികൾ നമ്മൾ പറയുന്ന വാക്കുകളേക്കാൾ നമ്മൾ സംസാരിക്കുന്ന രീതി, കേൾക്കുന്ന രീതി, പ്രതികരിക്കുന്ന ശൈലി എന്നിവയാണ് അനുകരിക്കുന്നത്. വീട്ടിൽ കുട്ടിയുടെ വാക്കുകൾക്ക് വില കൊടുക്കുകയും ഇടയിൽ തടസ്സപ്പെടുത്താതെ ശ്രദ്ധയോടെ കേൾക്കുകയും തെറ്റുകൾക്ക് ശാസനയ്ക്കു പകരം വിശദീകരണം നൽകുകയും ചെയ്താൽ കുട്ടിക്ക് സ്വന്തം വികാരങ്ങളും ചിന്തകളും ആത്മവിശ്വാസത്തോടെ പറയാൻ പഠിക്കാം. ഷൗട്ട് ചെയ്യാതെയും പരിഹസിക്കാതെയും സംസാരിക്കുന്ന ഒരു അന്തരീക്ഷം വീട്ടിൽ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് ആശയവിനിമയം ഒരു ഭയം അല്ല, സുരക്ഷിതമായ ഒരു കഴിവായി മാറും. പല പ്രശ്നങ്ങളും നമ്മൾ കാണുന്നത് സംസാരമില്ലാത്തതിനാലല്ല, ശരിയായി സംസാരിക്കാത്തതിനാലാണ്. വീട്ടിലെ തർക്കങ്ങൾ,
ദാമ്പത്യ കലഹങ്ങൾ, മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള അകലം, ജോലി സ്ഥലത്തെ തെറ്റിദ്ധാരണകൾ, സൗഹൃദങ്ങൾ തകരുന്നത്, ഇതിലെല്ലാം ഒരു പൊതുവായ കാരണമുണ്ട്. നമ്മൾ പറയുന്നതും മറുവശത്തുള്ളവർ കേൾക്കുന്നതും ഒരുപോലെയല്ല എന്നതാണ് അത്. ആശയവിനിമയം എന്നത് വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയല്ല. അതിൽ നമ്മുടെ ശബ്ദത്തിൻ്റെ താളം, മുഖഭാവം, കണ്ണിലേക്കുള്ള നോക്ക്, ശരീരഭാഷ, പറയുന്ന സമയം, രീതിയും എല്ലാം ഉൾപ്പെടുന്നു. ഒരേ വാക്ക് സ്നേഹത്തോടെ പറഞ്ഞാൽ ഒരു അർത്ഥം, ദേഷ്യത്തോടെ പറഞ്ഞാൽ മറ്റൊരു അർത്ഥം, അവഗണനയോടെ പറഞ്ഞാൽ മറ്റൊരു അർത്ഥം. ഇതാണ് ആശയവിനിമയത്തിൻ്റെ ശക്തി. പലരും പറയാറുണ്ട്, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഇനി അവർക്കു മനസ്സിലായില്ലെങ്കിൽ അതെൻ്റെ പ്രശ്നമല്ല. പക്ഷേ ആരോഗ്യകരമായ ആശയവിനിമയം എന്നത് പറയുന്നതിൽ ഒതുങ്ങുന്നില്ല. അത് മറുവശത്തുള്ളവൻ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിലേക്കും ഉത്തരവാദിത്വം എടുക്കുന്ന ഒരു സ്കില്ലാണ്. മനഃശാസ്ത്രം നമ്മോട് പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. മനുഷ്യരുടെ ബന്ധങ്ങൾ ശക്തമാകുന്നത് ആശയവിനിമയം നല്ലതായിരിക്കുമ്പോഴാണ്. ഒരാൾ എനിക്ക് കേൾക്കപ്പെടുന്നു, എനിക്ക് മനസ്സിലാക്കപ്പെടുന്നു എന്ന് അനുഭവപ്പെടുമ്പോൾ അവിടെ വിശ്വാസവും സുരക്ഷിതത്വവും ഉണ്ടാകും. ആശയവിനിമയം മോശമായാൽ അവിടെ അകലം, വേദന, ദേഷ്യം, തെറ്റിദ്ധാരണകൾ എന്നിവ വളരും. ഇപ്പോൾ നമ്മൾ ഒരു ചോദ്യമുയർത്താം. ആശയവിനിമയ കഴിവ് മെച്ചപ്പെടുത്താൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യത്തെ ഘട്ടം ശ്രദ്ധയോടെ കേൾക്കൽ ആണ്. പലരും കേൾക്കുന്നത് മറുപടി പറയാനാണ്, മനസ്സിലാക്കാൻ അല്ല. മറുവശത്തുള്ളവർ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ മറുപടി തയ്യാറാക്കി തുടങ്ങും. ഇത് യഥാർത്ഥ കേൾവിയല്ല,
ശ്രദ്ധയോടെ കേൾക്കൽ എന്നത് ഇടയിൽ തടസ്സപ്പെടുത്താതെ, ഉപദേശം കൊടുക്കാതെ, വിധി പറയാതെ അവർ പറയുന്നത് മുഴുവനായി സ്വീകരിക്കുക എന്നതാണ്. രണ്ടാമത്തെ പ്രധാന കഴിവ് സ്വന്തം വികാരങ്ങളെ ശരിയായി വാക്കുകളാക്കൽ ആണ്. പലപ്പോഴും നമ്മൾ പറയുന്നത് നീ എപ്പോഴും ഇങ്ങനെ ആണ്, നിനക്ക് ഒരിക്കലും മനസ്സിലാകില്ല എന്നിങ്ങനെ ആണ്. ഇത് കുറ്റപ്പെടുത്തലാണ്, ആശയവിനിമയം അല്ല. പകരം ഇത് സംഭവിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, ഇങ്ങനെ ആയപ്പോൾ എനിക്ക് ഒറ്റപ്പെടൽ തോന്നി എന്ന് പറയുമ്പോൾ മറുവശത്തുള്ളവർ പ്രതിരോധത്തിലേക്ക് പോകാതെ കേൾക്കാൻ തുടങ്ങും. മൂന്നാമത്തെ പ്രധാന കാര്യം സമയവും സാഹചര്യവും ആണ്. എല്ലാ സത്യങ്ങളും എല്ലാ സമയത്തും പറയേണ്ടതില്ല. ക്ഷീണിച്ചിരിക്കുമ്പോഴും ദേഷ്യമുള്ളപ്പോഴും തിരക്കുള്ള സമയത്തും സംസാരിച്ചാൽ നല്ല വാക്കുകൾ പോലും തെറ്റായി സ്വീകരിക്കപ്പെടും. ആശയവിനിമയം എന്നത് എപ്പോൾ, എങ്ങനെ, എത്ര എന്ന ബോധം ആവശ്യപ്പെടുന്ന ഒരു കഴിവാണ്. നാലാമതായി ശബ്ദത്തിൻ്റെ താളം. പലരും പറയുന്നു, ഞാൻ പറഞ്ഞത് ശരിയാണ്. അതെ, പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷേ പറഞ്ഞ രീതി തെറ്റായിരുന്നെങ്കിൽ ആശയം എത്തില്ല. ഉയർന്ന ശബ്ദം, പരിഹാസം, ചിരിച്ചുള്ള അവഗണന, ഇതെല്ലാം വാക്കുകളുടെ അർത്ഥം മാറ്റിമറിക്കും. ശാന്തമായ ശബ്ദം, മിതമായ വേഗം, വ്യക്തമായ വാക്കുകൾ, ഇതാണ് ഫലപ്രദമായ ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനം. കുട്ടികളോട് സംസാരിക്കുമ്പോൾ ആശയവിനിമയത്തിൻ്റെ പ്രാധാന്യം ഇരട്ടിയാണ്. കുട്ടികൾ നമ്മൾ പറയുന്നത് മാത്രം കേൾക്കുന്നില്ല, നമ്മൾ പറയുന്ന രീതിയാണ് അവർ പഠിക്കുന്നത്. ഷൗട്ട് ചെയ്താണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഷൗട്ട് തന്നെയാണ് ശരിയായ ആശയവിനിമയം എന്ന് കുട്ടി പഠിക്കും. കേൾക്കാതെ ഉത്തരവിടുന്നുവെങ്കിൽ അവരും കേൾക്കാതെ പ്രതികരിക്കും. ദാമ്പത്യ ബന്ധങ്ങളിലും ആശയവിനിമയം അത്യന്തം
നിർണായകമാണ്. അവൾക്ക് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അറിയാമല്ലോ. അവന് എന്നെ കുറിച്ച് അറിയാമല്ലോ. ഇത് ബന്ധങ്ങളെ ദുർബലമാക്കുന്ന ധാരണകളാണ്. പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞതുപോലെ പറഞ്ഞില്ലെങ്കിൽ ആരും മനസ്സിലാക്കില്ല. സ്നേഹവും ബഹുമാനവും തുറന്ന് പറയുമ്പോഴാണ് ബന്ധങ്ങൾ സുരക്ഷിതമാകുന്നത്. ആശയവിനിമയം മെച്ചപ്പെടുത്താൻ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം പൂർണ്ണത ആവശ്യമില്ല എന്നതാണ്. തെറ്റുകൾ സംഭവിക്കും. തെറ്റായ വാക്കുകൾ പറയും. പക്ഷേ എനിക്ക് തെറ്റി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല, വീണ്ടും പറയട്ടെ എന്ന് പറയാനുള്ള മനസ്സുണ്ടെങ്കിൽ ആശയവിനിമയം വളരും. ഇത് ഒരു ജന്മസിദ്ധ കഴിവല്ല, പരിശീലനത്തിലൂടെ വളരുന്ന ഒരു കഴിവാണ്. അവസാനമായി ഞാൻ പറയുന്നത് ഇതാണ്: നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ ഭൂരിഭാഗവും ആളുകളാലല്ല, ആശയവിനിമയത്തിൻ്റെ പിഴവുകളാണ്. കേൾക്കാനും മനസ്സിലാക്കാനും വ്യക്തമായി പറയാനും പഠിച്ചാൽ ബന്ധങ്ങൾ മാറും, കുടുംബം മാറും, ജോലി സ്ഥലം മാറും, ജീവിതത്തിൻ്റെ ഗുണനിലവാരം തന്നെ മാറും. നല്ല ആശയവിനിമയം പൂർണ്ണതയിൽ എത്തുക എന്നതല്ല, മറിച്ച് മറ്റുള്ളവരെ ബഹുമാനത്തോടെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അത് പഠിക്കാവുന്നതാണ്. ഇന്ന് പഠിച്ചാൽ നാളെ തന്നെ മാറ്റം അനുഭവപ്പെടും. ഈ വിഷയത്തിൽ കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാവുന്നത് ആണ്. നന്ദി.